السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام، وأفضل الصلاة وأتم السلام على سيدنا محمد بدر التمام وعلى آله وأصحابه الكرام. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചർച്ച മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവും അവൻ്റെ ഹബീബും അതുപോലെ ഹബീബിൻ്റെ സ്വഹാബുകളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം മദ്ഹ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്തി വെക്കാനൊരു സംഭവം ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവികളിൽ പ്രമുഖനാണ്. അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ മിമ്പർ വെച്ച് കൊടുത്തിരുന്നു. എന്തിനു വേണ്ടി? ആ മിമ്പറിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് പറയാനും തങ്ങളുടെ ബഹുമാനങ്ങൾ പറയാനും റസൂലുള്ളാഹിൻ്റെ വിരോധികൾക്ക് മറുപടി കൊടുക്കാനും വേണ്ടി. അങ്ങനെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനെ മദഹ് ചെയ്യുന്ന സമയത്ത് അള്ളാഹിൻ്റെ റസൂൽ പറയുന്നു, ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാൻ ബിറൂഹിൽ ഖുദ്സ്. തീർച്ചയായും അള്ളാഹു ഹസ്സാൻ എന്നവരെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ശക്തി പകരുന്നുണ്ട്. മാ നാഫഹു ഫാഖറ അൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിമാനവും അവിടുത്തെ വിരോധികൾക്കുള്ള മറുപടിയെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പരിശുദ്ധാത്മാവ് കൊണ്ട് അള്ളാഹു തആല ശക്തി പകരുന്നുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞിരുന്നു എന്ന് ഹദീസിൽ കാണാം. അതുപോലെ സഹാബത്ത് മദീനക്കാരായ ആളുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് ചെന്ന സമയത്ത് അവരെ സ്വീകരിച്ചത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ മദീനയിലേക്ക് പ്രവേശിച്ചത് റബീഉൽ അവ്വൽ 12-നായിരുന്നു. ആ സമയത്ത് അവർ എങ്ങനെയാണ് സ്വീകരിച്ചത്? طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع എന്ന കവിത ചൊല്ലിയിട്ടാണ്. അത് കുറേയും കൂടി വരികൾ അതിന് താഴെയുണ്ട്, ചുരുക്കി പറഞ്ഞതാണ്. അങ്ങനെ ആ തലാൽ ബദ്രു ചൊല്ലി എതിരേറ്റപ്പോൾ അവരെന്ത് ചെയ്തു? ദഫ് മുട്ടിയിരുന്നു. കുട്ടികളും മറ്റൊക്കെ ദഫ് മുട്ടി എല്ലാവരും കൂടി ചേർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചു. അതുപോലെ സഹാബകൾ മദഹ് ചെയ്തത് ഒരുപാട് പറയാനുണ്ട്. ആ കൂട്ടത്തിൽ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നു റസൂലുള്ളാഹിനെ മദഹ് ചെയ്ത സംഭവം പറയുന്നുണ്ട്. കഅബ് ഇബ്നു സുഹൈർ റസൂലുള്ളാഹിൻ്റെ ശത്രുപക്ഷത്തായിരുന്നു. മക്കക്കാരെ
കൂട്ടത്തിൽ വാണിംഗ് കൊടുക്കപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടായിരുന്നു. റസൂലുള്ളാഹിയെ അങ്ങേയറ്റം ആക്ഷേപിച്ചിരുന്ന ആളായിരുന്നു. അങ്ങനെ അവരുടെ സഹോദരൻ ബുജൈർ അവർ സഹോദരനായ കഅബ് റളിയല്ലാഹു തആല അൻഹുവിന് കത്തെഴുതി, ഇൻകാനലക ഫീ നഫ്സിക ഹാജ, നിൻ്റെ നഫ്സിൽ നിനക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ റസൂലുള്ളാഹിൻ്റെ അടുക്കിലേക്ക് പോയിക്കോ. ഫഇന്നഹു ലാ യഖ്തുലു മൻ ജാഅ തായിബ, തൗബ ചെയ്ത് മടങ്ങുന്ന ആളെ റസൂലുള്ളാഹി കൊല്ലൂല. വയില്ലാ ഫൻജു ഇലാ നജാതിക, അല്ലെങ്കിൽ നിൻ്റെ രക്ഷയുടെ മാർഗം നീ നോക്കിക്കോ. ഫഇന്നഹു വല്ലാഹി ഖാതിലുക്, അള്ളാനെ തന്നെ നിന്നെ റസൂലുള്ളാഹി കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതി. ആ കത്തെഴുതിയ കൂട്ടത്തിൽ ഒരു കവിതയുമുണ്ട്. ഇഫാഖു കഅബു ബുജൈ ലിമുൻഖിദുൽ ലക മിൻ തഅജാലി തഹ്ലുകത്തിൻ വൽ ഖുൽദി ഫീ സഖറാ. കഅബെ, ബുജൈറിനോട് യോജിച്ചാൽ, ഞാൻ ബുജൈർ എന്നെപ്പോലെ നീയും ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ, മുൻഖിദുൽ ലക മിൻ തഅജീലി തഹ്ലുകത്തിൻ, നിനക്ക് ഉളരിപ്പിക്കൽ, നാശം ഉളരിപ്പിക്കുന്നതിനെ തൊട്ട് അതിനെ രക്ഷപ്പെടുത്തും. വൽ ഖുൽദി ഫീ സഖറ, സഖർ എന്ന നരകത്തിൽ കാലാകാലം താമസിക്കുന്നതിൽ നിന്നും നിനക്കതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ, കത്തെഴുതിയപ്പോൾ, സഹോദരൻ ബുജൈർ കത്തെഴുതിയപ്പോൾ കഅബ് റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് മുഖം മറച്ചുകൊണ്ട് വന്നു, ആളെ തിരിയാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് അവിടുത്തെ കൈ റസൂലുള്ളാഹിന്റെ കയ്യിൽ വെച്ച് അതിന് ശേഷം ചോദിക്കുകയാണ്, റസൂലുള്ളാഹിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന കഅബ ഇബ്നു സുഹൈർ ഖദ് അതാ മുസ്തഅ്മിനൻ തായിബ അഫതുഅമ്മിനുഹു ഫആതീക ബിഹി. അള്ളാഹിൻ്റെ റസൂലെ, കഅബ് ഇബ്നു സുഹൈർ സുരക്ഷ തേടിക്കൊണ്ട് വന്നിട്ടുണ്ട്, അമാൻ തേടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അമാൻ സുരക്ഷ നൽകുമോ? ഞാൻ ആ കഅബിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുവ ആമിൻ, അവൻ സുരക്ഷിതനാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് അവിടുത്തെ മുഖമൂടി എടുത്ത് മാറ്റിയിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് ആള്. ഫഖാല ബിഅബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ് അന കഅബ് ഇബ്നു സുഹൈർ, ഞാനാണ് കഅബ് ഇബ്നു സുഹൈർ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് ഫഅമ്മിൻഹു യാ റസൂലല്ലാഹ്, അതുകൊണ്ട് എനിക്ക് അമാൻ തരണം, സുരക്ഷ തരണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുത്തെ മശൂറത്തായ ഖസീദ, റസൂലുള്ളാഹിനെ മദീഹ് ചെയ്ത ദീർഘമായ ഒരു കവിതയാണ്. വാനത്ത് സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ നിസ്റഹാ ലം യുഫ്ദ മക്ഹൂലു എന്ന് പറഞ്ഞിട്ട് തുടക്കം കുറിക്കുന്ന വലിയ നീണ്ട കവിതയാണ്. അങ്ങനെ നീണ്ട കവിത റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വെച്ച് ചൊല്ലി. അങ്ങനെ എവിടെ എത്തി? ഇന്നർ റസൂല ലസൈഫുൻ യുസ്തദാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. തീർച്ചയായും അള്ളാഹിൻ്റെ റസൂൽ ലസൈഫുൻ യുസ്തദാഉ ബിഹി, നല്ല തിളക്കമുള്ള വാളാണ്, വാള് പോലെയാണ്. മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു, അള്ളാഹുവിൻ്റെ വാളുകളിൽ നിന്ന് ഊരപ്പെട്ട വാള്. മുഹന്നദുൻ, ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട വാള്. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട അങ്ങനത്തെ വാള് പോലെ പ്രകാശപൂരിതമാണ് തങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നേരെ ഉണ്ടായിരുന്ന പുതപ്പ് എറിഞ്ഞ് അവർക്ക് കൊടുത്തു, പുതപ്പണിയിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്തപ്പോൾ, അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. റസൂലുള്ളാഹിനെ മദഹ് ചെയ്തപ്പോൾ
റസൂലുള്ളാഹിയുടെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പുതപ്പ് ഷാള് അണിയിക്കുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹിയെ മദ്ഹ് ചെയ്യുന്നതും നല്ല കാര്യം, അവർക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കലും ഇതൊക്കെ നല്ല കാര്യമാണ് എന്ന് ഈ സംഭവം വിവരിക്കുകയാണ്. ഇപ്പോൾ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ് റസൂലുള്ളാഹിയെ മദ്ഹ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ആ പുതപ്പ് പല രാജാക്കന്മാരുടെ കയ്യിലും വന്ന് അങ്ങനെ അവരൊക്കെ അത് ഉപയോഗിച്ചു. മുആവിയ റളിയല്ലാഹു തആല അൻഹു 10,000 ദിർഹം കൊടുത്തുകൊണ്ട് തരാ, എനിക്ക് ആ പുതപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ മഹാനവറുകൾ പറയുന്നത്, മാ കുന്തുലി ലഊസിറു ബി സൗബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദ. റസൂലുള്ളാഹ് എനിക്ക് തന്ന വസ്ത്രമാണ്, റസൂലുള്ളാഹിൻ്റെ ശരീരം തൊട്ട വസ്ത്രമാണ്, അതൊരിക്കലും ഞാൻ വേറെ ആൾക്ക് അത് ഞാൻ കൈമാറൂല എന്ന് പറഞ്ഞു. അങ്ങനെ കഅബ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അവകാശികളിലേക്ക് ആളെ പറഞ്ഞയച്ചു. 20,000 റുപ്യ 20,000 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞയച്ചു. എന്നിട്ട് ഫഅഖദഹ മിൻഹും, അവരുടെ അവകാശികളിൽ നിന്നാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു അത് കൈവശപ്പെടുത്തിയത് എന്ന് കാണാം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലിപ്പിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണേ അല്ലാഹ്. എൻ്റെ ഹബീബിനെ സംബന്ധിച്ച് പറയുന്ന ബഹുമാനം അത് കാരണമായി ഞങ്ങളെ ഇരു വീട്ടിലും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട് റബ്ബേ, നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ആസ്പത്രിയിലുള്ളവരുണ്ട് റബ്ബേ, പെട്ടെന്ന് മോചനം നൽകണേ അല്ലാഹ്. ആഫിയത്തോടു കൂടി മോചനം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മാരകമായ രോഗങ്ങൾ തൊട്ടവരെയും ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് റബ്ബേ. ബന്ധപ്പെട്ടവർ ഇഷ്ടജനങ്ങൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അവർക്കെല്ലാവർക്കും ബർസഖിയായ ജീവിതം വേറെ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. എൻ്റെ ഹബീബിനുള്ള ഹുബ്ബ് ഞങ്ങളുടെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അവിടുത്തെ മദ്ഹ്, അവിടുത്തെ വാനോളം പുകഴ്ത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങൾ ഉൾക്കൊള്ളിക്കണേ അല്ലാഹ്. അവിടുത്തെ ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഫലസ്തീൻ ജനതയ്ക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവർക്കെതിരെ തിരിഞ്ഞ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. എൻ്റെ ഹബീബിൻ്റെ ഉമ്മത്തുകളാണ് അവർ റബ്ബേ, അവരെ നീ സലാമത്താക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.